Hey guys, welcome back to Sidhu Vlogs. Guys, thank you so much for your love and support. I am so happy to. ആവശ്യമില്ലാതെ എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഗൈസ്, അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ആൻഡ് ലവിന് എനിക്ക് എന്ത് തിരിച്ചു തരണമെന്ന് അറിയില്ല. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാ പേരും എൻ്റെ തമ്മിൽ കണ്ടതുപോലെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇവിടെ സ്വന്തമാക്കി. പണ്ട് കല്യാണ വീടുകളിൽ പോകുമ്പോൾ ഡ്രോൺ പറത്തുന്ന ചേട്ടന്മാരെ കാണുമ്പോൾ ഒരു ഹരമാണ്. അവരൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ ആ സമയത്ത് ഭയങ്കര ഫീലാണ്. അവരെ പോലെയൊക്കെ ഇന്ന് നമ്മൾ പറത്തും എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ നോക്കിയിട്ടുണ്ട് ഒരു ഡ്രോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് നോക്കിയിട്ട് അവസാനം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഒതുങ്ങിപ്പോരാ മതി. പക്ഷെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ വിഷ്വൽസ് എടുക്കുമ്പോഴും ആ സ്ഥലത്തിന്റെ മനോഹാരിത കാണിക്കാൻ എനിക്കൊരു ഡ്രോണിന്റെ കുറവ് ഫീൽ ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എനിക്ക് ചെന്നിട്ട് ഇവിടെ ഒരു ഡ്രോൺ ഷോട്ട് വച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഈ മിനിമോൾ ഇവിടെ വന്നതിന്റെ പുറകിൽ ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്. നമുക്ക് ആദ്യം അത് പോയി കണ്ടിട്ട് വരാം. ഒരു ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് നിതിൻ ചേട്ടന്റെ മെസ്സേജ് വരുന്നത്. നിതിൻ ചേട്ടനായിരുന്നു ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ ഡ്രോണുമായിട്ട് വരാമെന്ന് പറഞ്ഞത്. അതൊന്നും ആയില്ല. മറ്റേ പുള്ളി ആണെങ്കിൽ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. പിന്നീട് അങ്ങേരൊന്നും പറഞ്ഞില്ല. അങ്ങേരെ പറച്ചില്ല തന്നെ ഒരുമാതിരി തോന്നി. എന്നാലും ഞാൻ പറഞ്ഞു ഇതിപ്പോ ഞാനും കൂടെ പോകുന്ന ഇതാണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് വീട്ടിൽ എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഈ മെസ്സേജ് കേട്ടപ്പോൾ തന്നെ ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയി. ബിക്കോസ് പ്രീ പ്ലാൻഡ് ആയിട്ട് കുറേ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി കാണുമ്പോൾ ഒരു ഡ്രോൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് പോകുന്ന ഡെസ്റ്റിനേഷൻ അത്രത്തോളം സ്പെഷ്യലാണ്. അവിടുത്തെ മനോഹാരിത നോർമലി ഒരു ഫ്രെയിമിൽ എന്തായാലും കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഡ്രോണിനായി ഇത്രയും ദിവസം കാത്തിരുന്ന് ഈ യാത്ര ഇന്നത്തേക്ക് വെച്ചത്. എൻ്റെ സങ്കടം ഈ സമയത്ത് എനിക്ക് മാത്രമേ മനസ്സിലാകൂ. അങ്ങനെ അത്രയും ഷോക്ക് അടിച്ചിരുന്നപ്പോഴാണ് ആ ഒരു ചിന്ത എനിക്ക് വരുന്നത്, ഒരു ഡ്രോൺ വാങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത. ഞാൻ എന്ത് പറഞ്ഞാലും ഓവർ മോട്ടിവേറ്റ് ചെയ്യുന്ന രാകേഷനോട് തന്നെ ഞാൻ ആദ്യം ചോദിച്ചു. നല്ല കാര്യമാണ്, നമുക്ക് എന്തായാലും ഡ്രോൺ വാങ്ങണം, പൈസ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കണം. അങ്ങനെ രാകേഷ് ഏട്ടൻ പറഞ്ഞതും കേട്ട് എന്തായാലും ഞാനൊരു ഡ്രോൺ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ബട്ട് ഏത് വാങ്ങും, എവിടെ നിന്ന് വാങ്ങും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിൽ കിടന്ന് കറങ്ങി. നിലവിൽ എനിക്കറിയാമെന്നുള്ളത് വെച്ചിട്ട് ഏറ്റവും മികച്ച ഡ്രോൺ പൈലറ്റായ രഞ്ജിത്തേട്ടനോട് തന്നെ ഞാൻ ആദ്യം ചോദിച്ചു. നീ എടുക്കുകയാണെങ്കിൽ മിനി 3 പ്രോ എടുക്ക്, നമുക്ക് ഓപ്ഷൻ ദുബായ് മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞതും കേട്ട് ഞാൻ DJIയുടെ മിനി 3 പ്രോ ഫിക്സ് ആക്കി. ഇത് ദുബായിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ കറൻലി ഞങ്ങളെ വിട്ട് ദുബായിലേക്ക് ചാടിയ നിതീഷ് എന്നെ ഓർമ്മ വന്നത്. ഡ്രോൺ വാങ്ങാടാ, പക്ഷേ ഇവിടെ കടയാണെന്ന് അറിയത്തില്ല. ശരി, ഞാൻ അന്വേഷിച്ച് നോക്കാം. പുള്ളി ദുബായി ചെന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്തായാലും പുള്ളി നോക്കാന്ന് പറഞ്ഞ വാക്കും വിശ്വസിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. സ്ഥലമൊക്കെ തപ്പിപ്പിടിച്ച് അവസാനം നിതീഷേട്ടൻ ഷോപ്പിലെത്തി. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് സ്മൂത്തായിട്ട് നിതീഷേട്ടൻ എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെ ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്ത എൻ്റെ മിനിമോളെ നാട്ടിലേക്ക് എത്തിച്ചത് നിതീഷേട്ടൻ്റെ സ്വന്തം കൂട്ടുകാരി അഞ്ജു ചേച്ചിയാണ്. അങ്ങനെ ഇത്രയും പേര് എനിക്ക് വേണ്ടിയിട്ട് ഓടിത്തിരിഞ്ഞൊക്കെയാണ് ഈ മിനിമോൾ എൻ്റെ കയ്യിലെത്തിയത്. ഗൈസ്, അങ്ങനെ ഇത്രയൊക്കെ കറങ്ങി തിരിഞ്ഞാണ് എൻ്റെ കയ്യിലുള്ള കിട്ടിയത്. ലെറ്റ്സ് അൺബോക്സ് ദിസ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ DJI മിനി 3 പ്രോ അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഓപ്പൺ. ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഓൾറെഡി ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മിനിമോളാണ്. നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കവർ മാറ്റാം. എനിക്ക് കവറൊക്കെ വലിച്ചു പറിച്ചെടുക്കുമ്പോഴുള്ള ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ പോലുമില്ല. അത്ര വെയ്റ്റ്ലെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഒരു നല്ലൊരു പ്രീമിയം ലുക്ക്. നമുക്ക് തൽക്കാലം മിനിമോളെ മാറ്റി വെച്ചിട്ട് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ RC ആണ്, ഡിജിറ്റൽ RC ആണ്, വിത്ത് ഡിസ്പ്ലേ ആണ് മിനി 3 പ്രോയുടെ കൂടെയുള്ളത്. ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് പുറകിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് മൗണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് അവിടെ തന്നെ വയ്ക്കാം. പെർഫെക്റ്റ് ഫിറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. നല്ലൊരു കിടിലം ഫീലുണ്ട്, ഒരു വീഡിയോ ഗെയിമൊക്കെ പ്ലേ ചെയ്യുന്ന പോലെ. പിന്നെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ബട്ടൺ.
റൈറ്റ് സൈഡിലാണ് നമ്മുടെ ക്യാമറ സ്നാപ്പ് എടുക്കുന്നതും പിന്നെ ഫോക്കസ് അഡ്ജസ്റ്റും ഒക്കെ റൈറ്റ് സൈഡിലാണ്. രണ്ട് സൈഡിലും 2 സ്ക്രോളിംഗ് ബട്ടൺസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമറ ടിൽറ്റ് പാന്. പിന്നെ നമുക്ക് റിട്ടേൺ ടു ഹോമും സഡൻ പാസും ആണ് ഫ്രണ്ടിൽ തന്നേക്കുന്ന ഈ ബട്ടൺ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് 3 മോഡ്സ് ഉള്ള സ്വിച്ചാണ്. നമുക്ക് ഈ 3 മോഡ്സിലേക്കും സ്വിച്ച് ചെയ്ത് മാറാനുള്ള സ്വിച്ചാണത്. DJയിൽ പൊതുവെ 3 മോഡ്സ് ആണ്. ആ 3 മോഡാണിത്. നോർമൽ മോഡ്, സിനി മോഡ്, സ്പോർട്സ് മോഡ്. നമുക്ക് സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ 80 km/h ആയിരിക്കും. സിനിമാറ്റിക് മോഡാണെങ്കിൽ 40 km/h ആയിരിക്കും. ജിംബൽ അത്രയും സ്റ്റെബിലൈസ് ആയിരിക്കും. നമുക്ക് സിനിമാറ്റിക് ഷോട്ട്സിനൊക്കെ വേണ്ടിയിട്ട് സിനിമാറ്റിക് മോഡ് യൂസ് ചെയ്യാം. സ്പോർട്സ് മോഡിൽ നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് സെൻസേഴ്സ് ഒന്നും വർക്ക് ആവില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഡ്രോണിന്റെ മൂവ്മെന്റ്. പിന്നെ ബാക്കിൽ 2 കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സ്വിച്ചസ് ഉണ്ട്. അത് നമുക്ക് എന്താണോ നമ്മുടെ നീഡ് അതിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ ഫ്ലൈമോർ കിറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് അൺബോക്സ് ദ ഫ്ലൈമോർ കിറ്റ്. ആദ്യം തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാഗ് വിത്ത് DJയുടെ ടാഗ് ഒക്കെ ആയിട്ടാണ് കണ്ടത്. ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറേ പേപ്പറൊക്കെ അകത്തുണ്ടായിരുന്നു. ഈ പേപ്പറൊന്നും ഞാൻ എന്ത് വാങ്ങിയാലും വായിക്കാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചു. അടുത്ത സൈഡിൽ നമുക്കൊരു കേബിള്, നമ്മുടെ RC ചാർജിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഒരു കേബിൾ അകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് കളർ ബോക്സിൻ്റെ അകത്ത് വീണ്ടും കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതെന്തോ ഇമ്പോർട്ടൻ്റ് പേപ്പർ ആണെന്ന് തോന്നി, പക്ഷേ നോക്കിയിട്ട് കുറേ സിംഗിൾ പേപ്പറൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നെയായിരുന്നു. ഞാൻ രണ്ടാമത് വായിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചു. അടുത്ത് നമ്മുടെ സൈഡ് കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ 3 ബാറ്ററീസും വരുന്നത്. 2 ബാറ്ററിയാണ് ഫ്ലൈമോർ കോംബോയിൽ. ഒരെണ്ണം നമ്മുടെ ഡ്രോണിൻ്റെതാണ് ഓൾറെഡി. ഒരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, പിന്നെ നമ്മുടെ ചാർജ് എത്ര % ഉണ്ടെന്ന് അറിയാമെന്നുള്ള സ്വിച്ചാണ് സൈഡിലുള്ളത്. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഇപ്പോഴത്തെ കറണ്ട് ചാർജിങ് ലെവൽ എത്രയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. കേസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, പക്ഷെ കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ആയി. പിന്നെ ബാഗിൻ്റെ സിബ് വന്നപ്പോൾ അഡീഷണൽ നമ്മുടെ പ്രൊപ്പല്ലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അകത്ത് 3 pairs ഓഫ് പ്രൊപ്പല്ലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ പ്രൊപ്പല്ലേഴ്സ് ഒക്കെ ടൈറ്റ് ചെയ്യേണ്ട സ്ക്രൂ. ഇത്രയായിരുന്നു ഈ ബോക്സിലുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ DJയുടെ Mini 3 Pro എടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പാക്ട് സൈസ് തന്നെയാണ്. ഇതൊരു 249 gram വെയിറ്റ് ഉള്ള ഒരു ഡ്രോൺ ആണ്. ഇന്ത്യയിൽ 250 grams താഴെയുള്ള ഡ്രോൺസ് പറത്താനായിട്ട് യാതൊരുവിധ ലൈസൻസിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് 249 grams ഒതുക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രോ ഫീച്ചേഴ്സുള്ള എന്നാൽ സൈസിൽ അത്രയും കുഞ്ഞനായിട്ടുള്ളൊരു ഡ്രോണാണിത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇതിന് DJI Mini 3 Pro എന്ന പേര് കൊടുത്തേക്കുന്നത്. ശരിക്കും ഇതൊരു ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞ ഡ്രോണാണ്. എസ്പെഷ്യലി എന്നെ പോലെ ഒരു ട്രാവൽ ബ്ലോഗറിനെ എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ സാധനം. കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ഗൈസ്. ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രോണിൻ്റെ 3 സ്ഥലങ്ങളിലാണ് സെൻസേഴ്സ് നൽകിയിരിക്കുന്നത്. എനിക്കിതിൻ്റെ പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ സൈഡിൽ സെൻസേഴ്സ് തരാത്തതുകൊണ്ടാണ്. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ബാക്കിലോട്ട് പോകുമ്പോഴും താഴോട്ട് ലാൻഡിങ്ങിനും ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ സൈഡിലോട്ട് പോകുന്ന സമയത്ത് സെൻസേഴ്സ് ഒന്നുമില്ല. സോ അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലും സെൻസേഴ്സ് കൊടുത്തിരിക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ്. നമുക്ക് പല സോഷ്യൽ മീഡിയാസിലും ലൈക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്രേറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ പോർട്രേറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. This is all about my new DJI Mini 3 Pro. I am so happy with this. ഇനി വരുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് ഇവളുടെ പ്രസൻസ് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. Until then, please wait for that moments. Guys, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അടിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ, ടാറ്റ, ബൈ ഫ്രം